ഹായ്, നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റ് 3:30 ശേഷം എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് പ്രത്യേകിച്ച് UAE GCC കൺട്രിയുള്ള യൂറോപ്പ് US ഉള്ളവർക്കൊക്കെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടും. ഇന്ത്യയിലിരുന്നും നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനാദ്യം ചെയ്യേണ്ടത്, ഇതിൽ ADSS ക്ലയൻറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ ഈ വിൻഡോയിൽ കാണിക്കുന്നുണ്ട്. ADSS.com എന്നാണ് അതിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ADSS എന്ന് വെച്ചാൽ അബുദാബി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. അവരാണ് നമുക്ക് അവരുടെ അക്കൗണ്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതിൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ്, ഇവിടുത്തെ ID-യും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ADSS ക്ലയൻറ്റ് പോർട്ടൽ .web എന്ന വെബ്സൈറ്റിൽ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ലോഗിൻ ID വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സൈറ്റ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിന് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളത് മുന്നേ അതിന് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 4-5 സ്റ്റെപ്പ് വരും. 1 2 3 4 5 സ്റ്റെപ്പ് വരും. ഈ 5 സ്റ്റെപ്പ് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇതവർ വെരിഫൈ ചെയ്തിട്ട് അവർ ഓൺലൈനിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ ID-യും, ഏത് രാജ്യത്താണ് നിൽക്കുന്നത് അവിടുത്തെ ID-യും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. ഇതാണ് അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആപ്ലിക്കേഷൻ ഫോം. ഇത് പ്രത്യേകിച്ച് UAE വന്നിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. UAE മാത്രമല്ല, സൗദി, ഒമാൻ, ബഹ്റിൻ, പിന്നെ യൂറോപ്പ് കൺട്രിയിലുള്ളവർക്കും USA എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇന്ത്യയിലുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമേ അലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവർ യൂസർ നെയിമും പാസ്വേഡും ഈ 5 സ്റ്റെപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിൽ അവർ അയച്ചു തരും. ആ യൂസർ നെയിം പാസ്വേഡും നമ്മളിവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ അവർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ഒരു യൂസർ നെയിം പാസ്വേഡും നമുക്ക് തരും. ഈ ADSS എന്ന് പറയുന്നത് ഈ അബുദാബി ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിന്നും അവർ ആ യൂസർ നെയിം പാസ്വേഡും തരുമ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിലും ഇൻസ്റ്റാൾ ചെയ്യാം. ആ സോഫ്റ്റ്വെയർ മെറ്റാട്രേഡർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് മെറ്റാട്രേഡർ എന്ന് പറയുന്നത്. ഈ മെറ്റാട്രേഡറിനകത്താണ് ഈ യൂസർ നെയിം പാസ്വേഡും നമ്മൾ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിം പാസ്വേഡും നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഞാനിത് കാണുന്നത്, ഇപ്പോൾ മെറ്റാട്രേഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്തു. ഇതിനകത്ത് ലോഗിൻ ടു ട്രേഡ് അക്കൗണ്ട് എന്ന് പറയും. പോയിട്ട് ഈ ADSS തരുന്ന യൂസർ നെയിമും പാസ്വേഡും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ സെർവർ Live 3 സെലക്ട് ചെയ്യണം. ഓക്കെ, Live 3 സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫണ്ടും എല്ലാം കാണാൻ പറ്റും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് സിമ്പിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അബുദാബി ഗവൺമെൻറ്റുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും ട്രേഡ് നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഗോൾഡ്, ട്രഷറി, പിന്നെ ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ US മാർക്കറ്റ് ട്രേഡ് ചെയ്യാം, നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ഇൻഡീസസ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂറോപ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യാം, UK മാർക്കറ്റ് ട്രേഡ് ചെയ്യാം. ഇൻഡീസസ് 3 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ്, ഓസ്ട്രേലിയൻ മാർക്കറ്റ്, അതിനകത്ത് ആ ലിസ്റ്റിനകത്ത് കാണുന്ന മാർക്കറ്റുകൾ, ഇൻഡീസസ് എല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതിനകത്ത് ഇന്ത്യ ഞാൻ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ്പയറി ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് October 22 ഇതിൻ്റെ എക്സ്പയറി വരുന്നത്. അതിൻ്റെ താഴെ വോളിയം എന്ന് കാണാം. വോളിയം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ലോട്ടാണ്. നമ്മൾ നിഫ്റ്റിയിൽ ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോൾ ലോട്ട് ചെയ്യുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 17,586 നിഫ്റ്റി നിൽക്കുന്നത്. അതിൻ്റെ സെൽ ബൈ മാർക്കറ്റും ഉണ്ട്, ബൈ മാർക്കറ്റും ഉണ്ട്. നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. വോളിയം ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലോട്ട് കൊണ്ട് 0.5 ഉണ്ട്. 0.5 മുതലാണ് തുടങ്ങുന്നത്. 1 ലോട്ട്
സെലക്ട് ചെയ്തിട്ട് നമ്മൾ 17,583 നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ പോയിൻ്റ് കുറയും തോറും നമുക്ക് ഓരോ ഡോളർ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 0.5 സെലക്ട് ചെയ്യണമെങ്കിൽ 10 പോയിൻ്റ് കുറയുമ്പോൾ നമുക്ക് 5 പോയിൻ്റ് കിട്ടും. വോളിയം 1 ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ 10 പോയിൻ്റ് കുറയുമ്പോൾ നമുക്ക് $10 കിട്ടും. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഒക്ടോബർ 22 ചെയ്യാൻ വേണ്ടി ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു $100 ഇനിഷ്യൽ ഡെപ്പോസിറ്റ്. ഇപ്പോൾ ഈ ഇൻഡീസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 × 83 ഒരു 8,300 8,500 10,000 റുപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 8 ലോട്ട് വരെ ഉണ്ട്. 8 ലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പോയിൻ്റ് നിഫ്റ്റി കുറയുമ്പോഴും നമുക്ക് $8 കിട്ടിക്കൊണ്ടിരിക്കും. 100 പോയിൻ്റ് കുറയുവാണെങ്കിൽ നമുക്ക് $800 കിട്ടും. അതാണ് 8 ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിന്ന് 17,581 നിഫ്റ്റി നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഡ്രോ ലൈനും എല്ലാമാണ്. പക്ഷേ ഈ ചാർട്ട് നോക്കിയാൽ ഇതിനകത്ത് ചാർട്ട് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിൽ ബെറ്റർ നമ്മൾ ട്രേഡിംഗ് വ്യൂവിനകത്ത് എങ്ങനെ ഈ ക്ലോസായ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ ക്യാഷ് ഓപ്പൺ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് അതിനകത്ത് ചെയ്യാം. പിന്നെ ഇത് മോസ്റ്റ്ലി നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂ എടുക്കുക. ട്രേഡിംഗ് വ്യൂവിനകത്ത് എല്ലാവർക്കും അറിയാം ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടണിനകത്ത് പോയിട്ട് അവിടെ നമ്മൾ സെർച്ച് ബോക്സ് കൊടുക്കും. സെർച്ച് ബോക്സിനകത്ത് സ്റ്റോക്ക്, ഫ്യൂച്ചർ, ഫോറക്സ്, ക്രിപ്റ്റോ, ഇൻഡീസസ് എല്ലാം ഉണ്ട്. പിന്നെ ട്രേഡിംഗ് വ്യൂ പരിചയപ്പെടുത്തണ്ട, അതിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. അപ്പോൾ അതിനകത്ത് ഇന്ത്യ ക്യാഷ് എന്ന് അടിച്ചു കൊടുക്കുക. ഇന്ത്യ ക്യാഷ് 50 ക്യാഷ് എന്ന് പറയുന്നതിനകത്ത് അവിടെ വാൻറ്റേജ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിമ്പലിനകത്ത് ഇത്രയും ഇന്ത്യ ക്യാഷ് ആഡായി വരും. ഇത് ഇന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി നോർമൽ മാർക്കറ്റാണ്, ഇന്ത്യൻ മാർക്കറ്റാണ്. 17,565 ഇന്ന് 3:30 ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ സിമ്പൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടില്ല. അതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഡൗ ജോൺസ്, ഹോങ്കോങ് എല്ലാ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നിഫ്റ്റി അത് ആഡ് ചെയ്ത് വന്നിട്ടില്ല. അതൊരു സ്റ്റോക്കാണ്. ഇത് ആഡ് വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ആ ആഡ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീണ്ടും നമ്മൾ ഇന്ത്യ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, ഇപ്പോൾ പ്ലസ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മളതിനകത്ത് ഞെക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ സിമ്പലിനകത്ത് ആഡായി വന്നിട്ടുണ്ട്. കണ്ടോ, 17,568.2 ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടൈം എന്ന് വെച്ചാൽ 11:30 ഇന്ത്യൻ ടൈം നൈറ്റ്. ഇപ്പോൾ നൈറ്റിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ 17,560 നിൽക്കുന്നത്. 17,560 ഇപ്പോൾ 146 പോയിൻ്റ് അപ്പാണ്. അത് ഇന്ത്യ ഇന്ന് ക്ലോസ് ചെയ്തും 17,565. പക്ഷേ നമ്മൾ ഇതിനകത്ത് ട്രെൻഡ് ലൈൻ നോക്കാമെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 17,565. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 17,565 ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഒരു ഹൈ വന്നിട്ടുണ്ട്. 200 പോയിൻറ്റ്സോളം റേ ബട്ടൺ എടുത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ആ 17,565 17,700 മുകളിൽ വന്നിട്ടുണ്ട് നിഫ്റ്റി 3:30 ശേഷം. അവിടുന്ന് വീണ്ടും ഒരു ഫാളായിട്ട് 17,565 ഉണ്ട്. അപ്പോൾ 17,700 നമ്മൾ അന്നേരം 3:30 ശേഷം നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ലോട്ട് സെല്ല് ചെയ്താൽ നമുക്കിപ്പം $100-150 പ്രോഫിറ്റ്, $100-150 പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടിയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ബട്ട് ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ US മാർക്കറ്റിൻ്റെ ഇവിടെ നമ്മൾ നോക്കണം. US മാർക്കറ്റ് എപ്പോഴാണ് ഫാൾ ആവുന്നത് എന്നാലേ നമ്മളിവിടെ സെല്ല് കൊടുക്കണം. US മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ബൈ കൊടുക്കണം. അപ്പോൾ US മാർക്കറ്റിന് ഫോളോ ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ US മാർക്കറ്റ് ഇന്നിപ്പോൾ US മാർക്കറ്റ് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് വന്ന 30,827 അവിടുന്ന് അടുത്ത ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അവിടുന്ന് ആ റെസിസ്റ്റൻസിൻ്റെ താഴെ ക്യാൻഡിൽ ഫോം ചെയ്ത് താഴോട്ട് ഷോർട്ടായിട്ട് 30,386. അപ്പോൾ നമ്മളും ഈ ഇന്ത്യൻ മാർക്കറ്റ് ആ മോളിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഷോർട്ട് ചെയ്യണം. എപ്പോഴാണ് US മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഇതിലും നമുക്ക് ഷോർട്ട് ചെയ്യണം. ഇപ്പോൾ $150 നമുക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും.
ഇത് ഈ അക്കൗണ്ടിലാണ്, ഈ മെറ്റാ ട്രേഡ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ് ഇതെല്ലാം കാണുന്നത്. ഇതിന് പുറമെ ഇത് എടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മൈക്രോസോഫ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, US ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാം. US ക്യാഷിൽ എന്ന് വെച്ചാൽ എക്സ്പയറി ഇല്ലാത്തതാണ്. US ക്യാഷ്, ജർമ്മൻ ക്യാഷിലുണ്ട്. ജർമ്മൻ ക്യാഷ് എന്ന് വെച്ചാൽ എക്സ്പയറി ഇല്ല. നമ്മുടെ സ്റ്റോക്കിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗോൾഡിലും എക്സ്പയറി ഇല്ല, ഗോൾഡിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ മാർജിൻ തരുന്നത് 400%. നിങ്ങളിപ്പോൾ $100 നിങ്ങൾക്ക് 400% നമുക്ക് മാർജിൻ അവർ തരും. അപ്പോൾ നിഫ്റ്റി 17,500 ആണെങ്കിൽ $17,500 വേണ്ട ഒരു ലോട്ട് ചെയ്യാൻ. പക്ഷേ നമുക്ക് $150 എടുക്കുമ്പോൾ അവർ ബാക്കി മൊത്തം മാർജിൻ തരും. ഓക്കെ.